ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ശരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണോ? ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കത് ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ ഒരു മുടി ഉണ്ടെങ്കിലേ എനിക്ക് ഒരു വ്യക്തിത്വം ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്നെ പെട്ടതലയാ കഷണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നല്ല മുടി വെച്ച് നല്ല സൗന്ദര്യത്തിന്റെ സുഖം ഞാൻ അനുഭവിച്ച ആളുമാണ്. മനസ്സിലായി? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരു കോയിന്റെ അപ്പുറവും ഇപ്പുറമാണ്. പക്ഷേ മുടി ഇപ്പോൾ വന്നിട്ട് ഒരു 10-15 ദിവസമായി. കുറ്റിമുടി ആയിട്ടുള്ളെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുടി ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളൊരു രൂപവും മുടി വന്നിട്ടുള്ളൊരു രൂപവും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. കൂടെ നിൽക്കുന്ന ആളായിട്ട് ഞാനും പറയട്ടെ. ബിക്കോസ് തലേ ദിവസം വരെ നമ്മൾ മുടി ഇല്ലാതെയാണ് കണ്ടത്. മുടി വന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ആ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഞാൻ ഇതൊന്നും കുഴപ്പമില്ലല്ലോ മുടി ഇല്ലെങ്കിൽ എന്തെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ തന്നെ ആലോചിച്ചു, ഓക്കെ ഇത്രയൊക്കെ മാറ്റം വരുമല്ലേ ഒരാൾക്ക് മുടി വെക്കുമ്പോഴത്തേക്ക് മുടി കൊഴിഞ്ഞും തുടങ്ങി. കുഴപ്പമില്ല, ലാ ഡെൻസിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ ഭാഷ എടുക്കും, പക്ഷെ ലാ ഡെൻസിറ്റിയിൽ സ്ത്രീകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഒന്നും നോക്കണ്ട, ലൈഫ് ലോങ് സെറ്റ് ആക്കി തരാം.